നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിത ബുദ്ധിനാ. വിപുലമായ ആ സൈന്യവുമായിട്ട് അദ്ദേഹം മുന്നോട്ട് വരികയാണ്. അക്ഷൗഹിണീപതി രാജൻ മഹാവീര്യ പരാക്രമ. അക്ഷൗഹിണി, ഒരക്ഷൗഹിണിയുടെ ഉടമയാണ് അദ്ദേഹം. അദ്ദേഹം വലുതായ വീര്യ പരാക്രമത്തോടു കൂടിയവൻ. ശല്യരുടെ പരാക്രമം ലോക പ്രസിദ്ധം. വിചിത്ര കവചാശൂര വിചിത്രധ്വജ കാർമുകാഹ. ശല്യരുടെ സേനയുടെ ഒരു വലിയ വർണ്ണന നമുക്കവിടെ കേൾക്കാം. വളരെ വിചിത്രമായിരിക്കുന്ന കവചങ്ങൾ, ശരീരത്തെ രക്ഷിക്കാനുള്ളതായ പടച്ചട്ടകൾ ധരിച്ച്, അതേപോലെ തന്നെ വിചിത്രങ്ങളായിട്ടുള്ള വില്ലുകൾ കയ്യിലേന്തി, ഓരോ സൈന്യവും അവരവരുടെ ഗവേഷണങ്ങളിലൂടെ വളരെ കൂടുതൽ ശക്തിമത്തായിട്ടുള്ള ആയുധങ്ങൾ കണ്ടുപിടിക്കും. വില്ലിനെ തന്നെ കൂടുതൽ പരീക്ഷിച്ചിട്ട് കൂടുതൽ ശക്തിമത്തായി കൂടുതൽ ലക്ഷ്യം ഭേദിക്കുവാൻ കെൽപ്പുറ്റതാക്കി തീർക്കും ഓരോരുത്തരും. അതൊക്കെ രഹസ്യമാണ്. അത് ശത്രുസേനയ്ക്ക് കൊടുക്കില്ല എന്തൊക്കെ രഹസ്യങ്ങളാണ് ചെയ്യുന്നതെന്ന്. അത് എല്ലാ രംഗത്തും ഉണ്ട്. കളരിപ്പയറ്റിനകത്ത് അതുണ്ട്. നമ്മുടെ കേരളത്തിലെ കളരിപ്പയറ്റിലും അതുണ്ട്. ഉത്തരേന്ത്യയിലുള്ള കളരിപ്പയറ്റുകളിലും അതുണ്ട്. ചില രഹസ്യപ്രയോഗങ്ങൾ 18 അടവ് വടക്കൻ സമ്പ്രദായത്തിലാണെങ്കിൽ 18 അടവ് പഠിപ്പിക്കും, 12 അംഗങ്ങൾ പഠിപ്പിക്കും. ഇതല്ലാതെ ഓരോ ഗുരുകുലവും അവരുടേതായ പല രഹസ്യ പ്രയോഗങ്ങൾ വെച്ചിട്ടുണ്ട്. അത് തലമുറയായിട്ട് കൈമാറി വന്നതാണ്. അതാണ് അവരുടെ ആ ഗുരുകുലങ്ങളുടെ വിജയത്തിന്, യുദ്ധകളത്തിലുള്ള വിജയത്തിന് ആസ്പദം. അതെല്ലാവർക്കും കൊടുക്കില്ല. അത് അത്ര വിശ്വാസമുള്ള, അത് പ്രയോഗിക്കാൻ സാമർഥ്യമുള്ള ആളുകൾക്കേ കൊടുക്കും. അല്ലാതുള്ളവർക്ക് കൊടുക്കില്ല. സ്വന്തം ശിഷ്യന്മാർ തന്നെയാണ്, സ്വന്തം യോദ്ധാക്കൾ തന്നെയാണ്, കൊടുക്കില്ല. അത്രയും വിശ്വാസം വേണം. കാരണം ഇത് ശത്രുവിന്റെ കൈ പോകരുത്. അത്തരം രഹസ്യ പ്രയോഗങ്ങളിലാണ് വലിയ ഭീഷണി നേരിടുന്ന അവസരങ്ങളിൽ വിജയിക്കാൻ കഴിയുന്നത്. അതൊക്കെ രഹസ്യങ്ങൾ. അങ്ങനെ ഉള്ള വിവിധങ്ങളായിട്ടുള്ള ആയുധങ്ങൾ അവർ അനേകം ഗവേഷണങ്ങളിലൂടെ വളരെയേറെ കരുത്തുറ്റതാക്കി തീർത്ത് അവരുടേതായ പടച്ചട്ടകളും അവരുടേതായ വാളുകളും ശൂലങ്ങളും അതേപോലെ തന്നെ വില്ലുകളും ഒക്കെ ഇതൊക്കെ ധരിച്ചുകൊണ്ട് ഓരോ രാജ്യങ്ങളും നമുക്കിന്നും അറിയാലോ. യുദ്ധവിമാനങ്ങളുടെ കാര്യത്തിൽ പുതിയ ഗവേഷണങ്ങൾ നടത്തിയിട്ട് 1ാം തലമുറ, 2ാം തലമുറ, 3ാം തലമുറ, 4ാം തലമുറ ഇങ്ങനെ പോകുന്നത്. മറ്റെല്ലാ ആയുധങ്ങളുടെ കാര്യത്തിലും, പീരങ്കികളുടെ കാര്യത്തിലായാലും തോക്കുകളുടെ കാര്യത്തിലാണെങ്കിലും റഡാറുകളുടെ കാര്യത്തിലാണെങ്കിലും ഇങ്ങനെ പുതിയ സവിശേഷതകളുള്ളതായ ആയുധങ്ങൾ വളർത്തിയെടുക്കും. അങ്ങനെ വിചിത്രധ്വജ കാർമുകാഹ, വിചിത്രങ്ങളായ കാർമുകങ്ങളോട് വില്ലുകളോട് കൂടിയവരായിട്ട്, അതേപോലെ വിചിത്രങ്ങളായ വാള്, കുന്തം തുടങ്ങിയതായ ആയുധങ്ങളോട് കൂടിയവരായിട്ട്, വിചിത്രങ്ങളായ ധ്വജം, കൊടിമരത്തോടും കൊടികളോടും കൂടിയവരായിട്ട്, വിചിത്രാഭരണ സർവേ വിചിത്ര രഥവാഹനാഹ. വിചിത്രങ്ങളായ, മറ്റേ ഒരു രാജ്യത്തിലെ ആളുകൾക്കും ഈ പ്രകാരത്തിലുള്ളതായ രഥങ്ങളില്ല. രഥങ്ങളെ വളരെയേറെ അവരെ കൂടുതൽ സമർത്ഥങ്ങളാക്കി തീർത്തിരിക്കുന്നു. അങ്ങനെ പുതിയ തലമുറ രഥങ്ങളൊക്കെ അവർ കണ്ടുപിടിച്ചിരിക്കുന്നു. ഇങ്ങനെ ഓരോ രാജ്യങ്ങളും അത് ചെയ്യും. അതാണ് ഇന്നത്തെയും യുദ്ധതന്ത്രങ്ങൾ നമുക്ക് മഹാഭാരതത്തിൽ കാണാം. ഇതിൽ പുതുതായൊന്നും തന്ത്രങ്ങളുടെ കൂട്ടത്തിൽ ഇന്നില്ല. ഇന്ന് ഉപയോഗിക്കുന്ന
മെറ്റീരിയലുകളുടെ കാര്യത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. തന്ത്രങ്ങളെല്ലാം, വിദ്യയെല്ലാം, അറിവെല്ലാം പഴയത് തന്നെയാണ്. അങ്ങനെയുള്ള ആയുധങ്ങളും ഒക്കെയായിട്ട് അത് വളരെ വിശദമായൊരു വർണ്ണനയുണ്ട്. വളരെ വേഗത്തില് ദിവസങ്ങളോളമുള്ള യാത്രയാണ്. മണലാരണ്യങ്ങളിലൂടെ യാത്ര ചെയ്ത് ഭക്ഷണവും വെള്ളവും എല്ലാം ചുമന്നു കൊണ്ടുവരണം. അതിനുള്ള വ്യവസ്ഥകളൊക്കെ സൈന്യത്തിന് എപ്പോഴും കാണും. മുന്നണിയിൽ യുദ്ധം ചെയ്യുന്ന സൈനികർക്ക് വേണ്ടിയിട്ടുള്ളതായ ആയുധങ്ങളും അമനുഷ്യനും അതിന് ഭക്ഷണവും വെള്ളവും ഒക്കെ എത്തിക്കാനുള്ള വ്യവസ്ഥ എല്ലാ സൈന്യങ്ങളിലും ഉണ്ട്. അതേപോലെ തന്നെ മുറിവേറ്റവരെ ചികിത്സിക്കാനും ഒക്കെയുള്ള സംവിധാനങ്ങളുണ്ട്. സംവിധാനങ്ങളെല്ലാം ഇന്നുമുണ്ട്, അന്നുമുണ്ട്. ആകെ നേരത്തെ പറഞ്ഞതുപോലെ മെറ്റീരിയലുകളുടെ സാങ്കേതിക വിദ്യയിൽ വന്ന വികാസത്തിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അങ്ങനെ വളരെ വേഗത്തിൽ ശല്യം വരികയാണ്. വ്യഥയന്നിവ ഭൂതാനി കമ്പയന്നിവ മേദിനീം. എന്ത് ഗംഭീര്യത്തോടുകൂടിയുള്ള വരവാണെന്നറിയോ? അനന്തരവന്മാരെ സഹായിക്കാൻ, അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ അതിനുവേണ്ടിയിട്ട് വരികയാണ്. ജീവരാശികളെല്ലാം ആകെ വേദനിക്കുക. ഇത്രയും വലിയ സൈന്യം ഇത്രയും വേഗത്തില് ഇങ്ങനെ വളരെ പരന്ന കടൽ പോലെ പരന്ന സൈനിക നിരകളാണ് വരുമ്പോഴേക്കും അവിടങ്ങളിലുള്ള ജീവരാശിക്ക്, മൃഗങ്ങളും പക്ഷികളും അതേപോലെ തന്നെ വൃക്ഷങ്ങളും വള്ളികളും എല്ലാം പല പ്രകാരത്തിലുള്ളതായ ബുദ്ധിമുട്ടുകൾ വരുന്നു. അങ്ങനെ അവരെല്ലാം വേദനിപ്പിച്ചുകൊണ്ട് കമ്പയന്നിവമേദിനിയും ഭൂമിയെ മുഴുവൻ കമ്പനം ചെയ്യിച്ചുകൊണ്ട് വിറപ്പിച്ചുകൊണ്ട് ശനൈർ വിശ്രാമയൻ സേനാം സയൗയേന പാണ്ഡവ പല പല സ്ഥലങ്ങളിലെത്തുമ്പോഴേക്കും ഒരു സൈന്യത്തിന് തുടർച്ചയായിട്ട് സഞ്ചരിക്കാവുന്ന ദൂരത്തിന് പരിമിതിയുണ്ട്. അന്നുമുണ്ട്, ഇന്നുമുണ്ട്. കവചിത വാഹനങ്ങൾക്ക് ഇന്നും സഞ്ചരിക്കാവുന്ന, തുടർച്ചയായി സഞ്ചരിക്കാവുന്ന ദൂരത്തിന് പരിമിതിയുണ്ട്. അത് കൂടുതൽ കൂടുതൽ നമ്മൾ സാങ്കേതികവിദ്യ വർദ്ധിപ്പിച്ചെടുക്കുമ്പോൾ പരിമിതി കുറഞ്ഞു കുറഞ്ഞു വരും, കുറെ കൂടി ദൂരം പോകാൻ കഴിയും. ഇതൊക്കെ യുദ്ധതന്ത്രങ്ങളിൽ വളരെ പ്രധാനമാണ്. യുദ്ധം വിജയിക്കുന്ന കാര്യത്തിലും ശത്രുവിനെ തോൽപ്പിക്കുന്ന കാര്യത്തിലും ഒക്കെ വളരെ പ്രധാനമാണ്. അനേകം യുദ്ധങ്ങൾ അപഗ്രഥിച്ചു നോക്കിയാൽ ഇതിന്റെ എല്ലാം കണക്കുകൂട്ടലിലുള്ള തന്ത്രങ്ങൾ, സാമർഥ്യങ്ങൾ, മികവുകൾ, ചിലപ്പോൾ കണക്കുകൂട്ടലിൽ തെറ്റിപ്പോയതിന്റെ കുറവുകൾ ഒക്കെ നമുക്ക് കാണാൻ കഴിയും. അനേകം സംഭവങ്ങൾ ഇന്തോ പാക് യുദ്ധങ്ങളിൽ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് അറിയാനായി മനസ്സിലാക്കാനായി സാധിക്കും. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഈ സൈന്യത്തിന് തുടർച്ചയായി എത്ര ദൂരം പോകാൻ കഴിയും? ആനകളുണ്ട്, കുതിരകളുണ്ട്, ഒട്ടകങ്ങളുണ്ട്, തേരുകളുണ്ട്, കാലാളുണ്ട്. എത്ര ദൂരം പോകാൻ കഴിയും? അത്രയും ദൂരം സഞ്ചരിച്ച് അത്രയും ദൂരം എത്തുമ്പോഴേക്കും അവിടെ വിശ്രമിച്ചേ പറ്റൂ. ആനകൾക്ക് വിശ്രമം കൊടുക്കണം, കുതിരകൾക്ക് വിശ്രമം കൊടുക്കണം, അങ്ങനെ ആളുകൾക്ക് വിശ്രമം കൊടുക്കണം. അങ്ങനെ വിശ്രമിച്ച് ഇങ്ങനെ കഴിയുന്നിടത്തോളം വേഗത്തില് ദൂരങ്ങളെ തരണം ചെയ്ത് ശല്യര്, മദ്രാധിപൻ, പാണ്ഡവന്മാരിയ്ക്കുന്ന സ്ഥലത്തേക്ക് അത് ലക്ഷ്യമാക്കിക്കൊണ്ട് വിരാട് നഗരിയിലേക്ക് വളരെ വേഗത്തിൽ സഞ്ചരിച്ച് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം സഞ്ചരിച്ചു വരുന്നു എന്ന് കൗരവ സേനാധിപനായിരിക്കുന്ന, കൗരവരുടെ രാജാവായിരിക്കുന്ന ദുര്യോധനൻ അറിഞ്ഞു. ഉടൻ മനസ്സില് അദ്ദേഹത്തിന്റെ കുതന്ത്രം ഉടൻ ഉണർന്നു. അത് പ്രവർത്തിച്ചു. ആ കുതന്ത്രം പ്രയോഗിച്ചു. ശല്യരതിൽ വീഴുകയും ചെയ്തു. എന്തുകൊണ്ട് അദ്ദേഹം കുതന്ത്രം പ്രയോഗിച്ചു? ആസുരീ സമ്പത്താണ് ദുര്യോധനിൽ ഏറി നിൽക്കുന്നത്. അവിടെ ശൗചമില്ല, മനസ്സിന് ശുദ്ധിയില്ല, വക്രതകളേ ഉള്ളൂ. ചതിക്കുക, മറ്റുള്ളവരെ അപകടത്തിൽപ്പെടുത്തുക, അത് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് പ്രയോഗിക്കപ്പെടുന്നത് വളരെയേറെ സ്നേഹത്തോടുകൂടി, വളരെയേറെ ആദരവോടുകൂടി. ഇത്ര കണ്ട് യോഗ്യനായൊരു മനുഷ്യൻ ഈ ഭൂലോകത്തുണ്ടോ എന്ന് ആർക്കും സംശയം തോന്നിപ്പോകും. ആ രീതിയിലാണ് അത് പ്രയോഗിക്കുക. അത് നമുക്ക് നാളെ കാണാം. നാളെ രാത്രി 8:30 നമുക്കിതേപോലെ ഒരുമിച്ച് കൂടാം. അതിന് വ്യാസഭഗവാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ, നമ്മുടെ ഗുരുജനങ്ങൾ നമ്മെ അനുഗ്രഹിക്കട്ടെ
ഇതെല്ലാം സത്യാനന്ദ സംസ്കൃതി എന്നുള്ള യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, തുടർച്ചയായിട്ട് വരുന്നുണ്ട്. ആദ്യത്തെ ക്ലാസ്സുകൾ തൊട്ട് 2023 ജൂൺ മാസം 21 തീയതിയാണ്, യോഗാ ദിനത്തിനാണ് ഈ ക്ലാസ്സുകൾ തുടങ്ങിയത്, ലൈവായിട്ടുള്ള ക്ലാസ്സുകൾ. അത് കുറേ ദിവസം തുടർച്ചയായി നടത്തും. എന്നിട്ട് അല്പ ദിവസം മറ്റ് പ്രോഗ്രാമുകളായിരിക്കും, വീണ്ടും അത് ഇങ്ങനെ നടത്തും. അങ്ങനെ ഇങ്ങനെ വരികയാണ്. ഇതെല്ലാം അതിൽ വരുന്നുണ്ട്. സത്യാനന്ദ സംസ്കൃതിയിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഒരു ദിവസത്തെ ക്ലാസ് 5-6 ദിവസമായിട്ട് അതിൽ അപ്ലോഡ് ചെയ്യും. സത്യാനന്ദ സംസ്കൃതിയിലേക്ക് വരണം, യൂട്യൂബ് ചാനലിലേക്ക് വരണം. പഴയതെല്ലാം കിടപ്പുണ്ട്, പഴയതെല്ലാം നോക്കി കാണണം, കേൾക്കണം. നേരത്തെ കേട്ടിട്ടില്ലാത്ത ആളുകൾ ഇപ്പോഴത്തെ ക്ലാസ്സിലുണ്ട്. നേരത്തെയുള്ള ക്ലാസ്സുകൾ കേട്ടിട്ടില്ലാത്ത ആളുകൾ ഇപ്പോഴത്തെ ക്ലാസ്സിലുണ്ട്. അവർക്കെല്ലാവർക്കും നേരത്തെയുള്ള ക്ലാസ്സുകൾ, വിശേഷിച്ചും ആദ്യത്തെ ക്ലാസ്സുകൾ കേൾക്കേണ്ടത് ഒരു ആവശ്യം തന്നെയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതെല്ലാം ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. അത് ആവർത്തിക്കാൻ എപ്പോഴും പറ്റുകയില്ലല്ലോ. അപ്പോൾ അതെല്ലാം കേൾക്കണം. ഇത് ഫേസ്ബുക്കിൽ 30 ദിവസം കിടക്കും, അത് കഴിഞ്ഞാൽ ഇതിലുണ്ടാവില്ല. പക്ഷേ സത്യാനന്ദ സംസ്കൃതിയിൽ അത് എത്ര വർഷം വേണമെങ്കിലും കിടക്കും. യൂട്യൂബ് ചാനലിൽ അതിൽ വരണം, അത് സബ്സ്ക്രൈബ് ചെയ്യണം, അതിൽ കേൾക്കണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളാകുന്ന പൂജാപുഷ്പങ്ങൾ പാർവതീ പരമേശ്വരന്മാരുടെ പാദങ്ങളിൽ, ശ്രീരാമസീത ആഞ്ജനേയന്മാരുടെ പാദങ്ങളിൽ, എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി പാദങ്ങളിൽ, എൻ്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെ പാദപങ്കജങ്ങളിൽ, നിങ്ങൾ ഓരോരുത്തരുടെയും ഗുരുനാഥൻ്റെ പാദപത്മങ്ങളിൽ, വ്യാസഭഗവാന്റെ പാദപത്മങ്ങളിൽ, ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിൽ പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചുകൊള്ളുന്നു. ജയ് സീതാറാം.